ബാഗൊക്കെ ആയിട്ട് ചേച്ചി ഇതങ്ങോട്ടാ? അതൊക്കെ പറയേണ്ടവരോട് ഞാൻ പറഞ്ഞോളാം. എന്താ ചേച്ചി, എന്തു പറ്റി? പ്രതാപ, നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങുകയാണ്. ചേച്ചി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോന്നോ? ചേച്ചി ഇതെന്താ പറയുന്നേ? എങ്ങോട്ടാ ചേച്ചി പോകുന്നേ? അല്ല, എന്തിനാ ചേച്ചി ഇപ്പൊ പോകുന്നേ? പ്രതാപ, ഇനി നിന്റെ ഒപ്പം കഴിയാൻ ഞാനും എന്റെ മകനും യോഗ്യരല്ല. എന്റെ മകൻ ചെയ്ത തെറ്റിന് നീ അവനെ ശിക്ഷിച്ചില്ല. പക്ഷേ ശിക്ഷ സ്വയം ഏറ്റെടുക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്. ചേച്ചി, ദീപകിന്റെ ചില ദുർനടപ്പുകളും അവൻ കാണിച്ചു കൂട്ടുന്ന പ്രവൃത്തികളും കാണുമ്പോ ഇവന്റെ ഭാവി എന്താവുന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇത്രയും പ്രായമായിട്ടും അവൻ ഇതുവരെ കുട്ടിക്കളി മാറിയിട്ടില്ല. ചെയ്തു കൂട്ടുന്നതിന്റെ സീരിയസ്നെസ്സോ വരും വരായികളെ കുറിച്ചോ ഇവന് യാതൊരു ബോധവും ഇല്ലെന്നുള്ളതാണ് സത്യം. ഇവനെ നേർവഴിക്കാക്കേണ്ടതിന് പകരം ചേച്ചി വീട്ടിൽ നിന്ന് പോവുകയാണെന്ന് പറയുന്നു. അതിന്റെ ലോജിക്ക് എന്താണെന്നാ എനിക്ക് മനസ്സിലാവുന്നത്. എനിക്കിവനെ നന്നാക്കി എടുക്കണം. അതുവരെ ഞാൻ ഈ വീട്ടിൽ തുടരുന്നത് നിനക്ക് ബുദ്ധിമുട്ടാവും. നീ നിന്റെ ആരോഗ്യം ശ്രദ്ധിക്കണേ. അനാവശ്യമായി നീ വെറുതെ ടെൻഷൻ അടിക്കരുത്. പിന്നെ സമയത്തിനൊക്കെ ആഹാരം കഴിക്കണം. ചേച്ചി ഇറങ്ങട്ടെ. വാ ദീപകെ. ചേച്ചി, എന്താ പ്രതാപ? ചേച്ചിക്കൊപ്പം വളർന്നവനാണ് ഞാൻ. ഇതുവരെ ഇങ്ങനെയൊരു സാഹചര്യം നമുക്കിടയിൽ ഉണ്ടായിട്ടില്ല. എന്റെ മനസ്സ് വിഷമിപ്പിച്ചുകൊണ്ട് എങ്ങനെയാ ചേച്ചിക്ക് ഇവിടെ ഇറങ്ങി പോകാൻ കഴിയുക? അങ്ങനെയല്ല പ്രതാപ, ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്ക്. ഞാൻ ഈ ചെയ്യുന്നതാ ശരി. കണ്ടില്ലേ ശേഖര, ചേച്ചിക്ക് നമ്മളോടുള്ള സ്നേഹം. ഇങ്ങനെ സ്നേഹിക്കാൻ ഒരു ചേച്ചി ഉള്ളതാണ് എന്റെ ഭാഗ്യം. അതെ, ഞാനും അത് തന്നെ ആലോചിച്ച്. ദീപക് അവൻ നേരെയാകും അല്ലേ ശേഖര? അതെ. എങ്ങനെയുണ്ടമ്മേ എന്റെ പുതിയ ലുക്ക്? എന്തു കോലാടി ഇത്? ഇവൾക്ക് പിന്നെ എന്തോ ആകാലോ. അച്ഛനുണ്ടായിരുന്നെങ്കിൽ ശരിക്കുള്ള അഭിപ്രായം അറിയായിരുന്നു. അമ്മേ, എന്റെ ഗെറ്റപ്പ് ചേഞ്ച് എന്തിനാണെന്ന് അറിയാമോ? എന്തിനാ? രാജുവിനെ ഇംപ്രസ് ചെയ്യാം. എന്നെ ഈ വേഷത്തിൽ കാണുമ്പോഴേ രാജു എന്റെ വലയിലാവുന്ന എനിക്ക് ഉറപ്പാ. ഹരീഷേ, നീ ഇങ്ങനെ എന്റെ ചേട്ടനാന്നും പറഞ്ഞിരുന്നാ പോരാ. രാജുവിനെ എങ്ങനെ ഇംപ്രസ് ചെയ്യിക്കാന്നതിനെ കുറിച്ച് വെറുതെ ഇരിക്കുമ്പോ ഒന്ന് ആലോചിച്ച് പുതിയ ഐഡിയാസ് ഒക്കെ എനിക്കൊന്ന് പറഞ്ഞു തന്നൂടെ നിനക്ക്? രമ്യേ, വെറുതെ ഇരിക്കുന്ന ചെക്കനെ ഓരോ തോന്നിയാസങ്ങൾ പഠിപ്പിക്കുന്ന നീയാണല്ലേ? നിന്നെ കണ്ട ഇവൻ പഠിക്കുന്നത്. മിണ്ടാതെ പൊക്കോ നീ. അതെങ്ങനാ? അച്ഛൻ കൊഞ്ചിച്ച് വഷളാക്കി വച്ചിരിക്കയല്ലേ നിന്നെ? എങ്കിലേ ഞാൻ പോയി എന്റെ രാജുവിനെ കണ്ടിട്ട് വരാമേ. ബൈ.
എവിടെയും തട്ടി വീഴല്ലേ? ഇല്ലമ്മേ. ആ നമുക്കേ ഇന്നൊരു ചാപ്റ്റർ മുഴുവൻ തീർക്കണം. ശരി സർ, ഞാൻ റെഡി. ഓ, വന്നോ വെള്ളപ്പാറ്റ. രാജുവിനെ മാത്രം കാണാന്ന് വിചാരിച്ചു വന്നതാ ഞാൻ. എവിടെ നോക്കിയാലും തടസ്സമായിട്ട് ഇവളുണ്ടല്ലോ. എങ്ങനെയെങ്കിലും രാജുവിനെ ഇംപ്രസ് ചെയ്യണം. ഈ ലുക്കിൽ രാജുവിനെ കണ്ട രാജു വീഴും, എനിക്ക് ഉറപ്പാ. And v is the velocity of the object. It's you. ഇതെന്താ ഫാഷൻ ഷോയോ? രാജു, ഇപ്പോഴേ എന്നെ കാണാൻ എങ്ങനെയുണ്ട്? അല്ല, എത്രയായി ഈ ഡ്രസ്സിന്? 4000, 4000. ഒരു 500 രൂപ കൂടെ കൊടുത്തിരുന്നെങ്കിൽ സ്വന്തമായിട്ട് ഒരു ഡ്രസ്സ് വാങ്ങാറുന്നല്ലോ. ഇതിപ്പോ വാടകയ്ക്ക് എടുത്ത പോലെ ഉണ്ട്. അതെ, ഇത് പുതിയ ഡ്രസ്സാ. വാടകയ്ക്ക് ഡ്രസ് എടുക്കേണ്ട ആവശ്യമൊന്നും ഈ രമ്യക്കില്ല. ആ, നീ പറ രാജു, എങ്ങനെയുണ്ട്? ഒട്ടും മാച്ചിങ് അല്ല. ഫാൻസി ഡ്രസ്സിന് വേഷം കെട്ടിയതുപോലെ ഉണ്ട്.